ആഹാ, ഫസ്റ്റ് ക്ലാസ് പാട്ട്. അല്ല, ഞാൻ പാട്. എനിക്ക് ട്യൂണറിയില്ല. ട്യൂണറില്ല, പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? അല്ല, ട്യൂൺ ഞാനൊന്ന് പാടിക്കൊടുക്കാം. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. 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 പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പടികടന്നെത്തുന്ന സോറി. ചേട്ടാ, പിന്നെ പ്രശ്നമായോ? അതിനിപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പാട്. പാടാനോ? എനിക്ക് ഇപ്പൊ കേൾക്കണം നിന്റെ പാട്ട്. അയ്യടാ, ഇതെന്ത് സൂക്കട്? പാതിരയ്ക്ക് ഉറക്കത്തിന്ന് വിളിച്ചുണർത്തിട്ടല്ലേ പാട്ട്? എനിക്ക് കേൾക്കാൻ തോന്നുമ്പോ നീ പാടണം, ഏത് പാതിരക്കായാലും. ഓ, തുടങ്ങിയോ വട്ട്? ഞാൻ പാടാം, ഇവിടെ നിന്ന് തന്നെ പാടാം. മതിയോ? ആ, ഇവിടെ ഒന്ന് പാട്. അയ്യടാ, എന്താടി? ചെന്ന് ആഹാരം കഴിക്ക്. കല്യാണിയമ്മേ, ദേവരാൾ എത്തിണ്ട് നട്ടപ്പാതിരക്ക്. എത്ര എണ്ണ അകത്താക്കി? വല്ലാണ്ട് ബോറാവുണ്ട് കേട്ടോ. ക്ലബും കൊറേ ഫ്രണ്ട്സും. അവന്മാർക്ക് നിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണത്രേ. കണ്ട അണ്ടനെ അടകോടനൊക്കെ എന്റെ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മാത്രം കേട്ടിട്ടില്ല. ഞാൻ പാടുമ്പോഴൊന്നും കേൾക്കാൻ വരാറില്ലല്ലോ ഇയാള്. എങ്കിപ്പൊ പാട്. ഇപ്പൊ എനിക്ക് വയ്യ. ഇപ്പൊ പാടണം നീ. ഇതെന്ത് പ്രാന്ത്? എനിക്ക് വയ്യ പാടാൻ. ഇല്ലോ. പാടേ, പാടാൻ. അഖിൽ, എന്താ ഇത്? വിടവളെ. ഇവളെന്റെ ആരാ? ടെൽമിയെങ്കിൽ ഇവളെന്റെ ആരാ? നിനക്ക് അറിഞ്ഞൂടെ? മുറപ്പെണ്ണ്, ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞവൾക്ക് അനുസരിച്ചാൽ എന്താ? ഇവളെന്താ അനുസരിക്കാത്തത്? ഇവൾക്ക് എന്താ ഇപ്പൊ പാടിയാലേ? ഇപ്പൊ സമയം എന്തായെന്ന് അഖിലിന്റെ വിചാരം? എന്താ ഈ സമയത്ത് പാടിയ കുഴപ്പം? ഈ സമയത്ത് പാടുന്നത് കുറുക്കന്മാരാ. നീ പാടോ ഇല്ലയോ? ഇല്ല. ഇല്ലേ? ഇല്ല. അഖില് പോയി കിടക്ക്. ഞാൻ കിടന്നോളാം. അങ്കിൾ പോയിക്കോ, ഞാൻ കിടന്നോളാം. ഇവള് പാടിയിട്ട് ഞാൻ പോയി കിടന്നോളാം. ഞാൻ പാടണം, ഇപ്പൊ തന്നെ പാടണം. അത്രല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അച്ഛനിതിൽ ഇടപെടണ്ട. എങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വലി. ഇവിടെ ഇരുന്നാ പാടാൻ പോണേ. ഇവിടെ ഇരിക്കെ. നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് വിസ്തരിച്ച് പാടാം. ഏത് പാട്ടാ പാടാൻ പോണേ? ഇനി നമുക്ക് പാടാം. പാട്. കേൾക്കാനില്ല, ഉറക്കെ പാട്. ഞാൻ പാടുണ്ട്, നീ ഫിറ്റ് ആയതുകൊണ്ട് കേൾക്കാത്തതാ. ആണോ? ആ. ആഹാ. മീനാക്ഷി, മീനാക്ഷി, ഇതേ ഗിരി പോവാണെന്ന്. താൻ പാടാതെ പോയാലും അവൻ പിണക്കത്തില്ല. ഏയ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. സാരമില്ല. കവിത ഞാൻ ചേച്ചിയുടെ കൈ കൊടുത്തിട്ടുണ്ട്. പിന്നൊരിക്കൽ പാടിയാ മതി. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടേക്ക് ഇറ്റ്.
ഹോസ്പിറ്റലിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ചേച്ചി? 6. നീ എങ്ങനെ സമയം കളയും വൈകിട്ട് വരെ? അതാണ് പ്രശ്നം. സാരമില്ല, മിട്ടു അമ്മയുണ്ടല്ലോ കമ്പനിക്ക്. വരുമ്പോ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ ഞാൻ. വലിയ ലൈബ്രറി ഉണ്ട് ക്യാമ്പില്. ഇടയ്ക്ക് നീ എന്റെ കൂടെ വന്ന് അവിടെ ഇരിക്കാം. നോക്കാം. ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ കുന്നിന്റെ മുകളിൽ കൃഷ്ണന്റെ അമ്പലം? ഞാൻ മിട്ടുനെ കൂട്ടി അവിടെ വരെ ഒന്ന് പോയാലോ? കൊറേ നടക്കണം. സാരമില്ല, സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യാലോ. സൺഡേ ആയിരുന്നെങ്കിൽ ഞാൻ കൂടെ വന്നേനെ. നല്ല ഭംഗിയുള്ള സ്ഥലാ. ഇത്രയും നാളായിട്ടും ഞാൻ ഒരിക്കലേ పోయిട്ടുള്ളൂ. అదిగో తెలుస్తుంది కదా, అది కృష్ణదేవుడి క్షేత్రం. ఇక్కడ చాలా కాలంగా ఉంది. అందుకే ఈ ఊరికి కృష్ణగుడి అని పేరు వచ్చింది. എന്ത് നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ఏంటి? ഒന്നുമില്ലടാ മരക്കഴുതേ. എന്താ అది? ఇక్కడికి వచ్చే వాళ్ళందరూ వెన్న పెట్టి వెళ్తుంటారు. మరో రోజు ఆ వెన్న కనపడకపోతే వాళ్ళు ప్రార్థించింది జరుగుతుందన్నమాట. ఆ వెన్న అట్లాగే ఉంటే వాళ్ళు అనుకున్నది జరగదన్నమాట. చిన్న కృష్ణుడు ఆ వెన్న తినలేదన్నమాట. మీరు కూడా కడతారా? మీరు కూడా కడతారా? అమ్మా వెన్నేయండి. ₹2 ఇవ్వండి. നാളെ വരേണ്ടി വരും. വെണ്ണ അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഇവൻ പറഞ്ഞപ്പോ വെറുതെ ഒരു തമാശക്ക്. ഇവിടെയുള്ളവർക്ക് വലിയ വിശ്വാസം അതില്. ഭഗവാൻ വന്ന് വെണ്ണ കട്ട് തിന്നും അത്രേ. പിറ്റേന്ന് കുടത്തിൽ നോക്കുമ്പോ വെണ്ണ കണ്ടില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും പോലും. എന്തായാലും നാളെ വന്ന് നോക്ക്. ആഗ്രഹിച്ച കാര്യം നടക്കൂല്ലെന്ന് അറിയാലോ. ഞാനും ഒരു ഉറി കെട്ടാൻ ഇറങ്ങിയതാ. കഴിഞ്ഞ കൊല്ലം അമ്മ എന്റെ കൂടെ വന്ന് താമസിച്ചപ്പോ അബദ്ധത്തിൽ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. അതോടെ എനിക്ക് പണിയായി. ഇടയ്ക്കിടയ്ക്ക് അമ്മ നാട്ടിലിരുന്ന് ആഗ്രഹിക്കും, നന്ദിനി കുട്ടി പ്രസവിച്ച 5 ഇടം കഴി പാല് കറക്കണേ, ഇക്കൊല്ലെങ്കിലും 3 പൂക്കണേന്നൊക്കെ. ഇതിപ്പോ ഇത്രയും കൂടി ഗൗരവമുള്ള കേസാ. തൊട്ടടുത്ത വീട്ടിലെ ജാനകിയേട്ടത്തിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 കൊല്ലായി. കുട്ടികളില്ല. അമ്മയുടെ ഈ ആഗ്രഹം തരക്കേടില്ലാന്ന് തോന്നിയോണ്ട് ഒന്ന് പരീക്ഷിച്ചേക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. നമസ്കാരം. ഒയ്യോ സോറി. ആ പാട്ട് മുഴുവൻ കേൾക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മീനാക്ഷി പാട്ട് പാടാൻ ഞാനൊരു ഉറി കെട്ടണോ? ആന്ധ്ര ആയതുകൊണ്ടാവും കൃഷ്ണൻ ഒരു NT രാമറാവുവിന്റെ ഛായ. ആ പെണ്ണിന്റെ മുമ്പിൽ ഒരു തമാശക്ക് പറഞ്ഞ ചങ്ങാതി, കൃഷ്ണ ചതിക്കല്ലേ, ഗുരുവായൂർ കാണട്ടോ. ഒരു നിമിത്തം പോലെ വന്നു ചേർന്നാടാ അവള്. ഞാൻ അവളെ ഒന്ന് പ്രേമിച്ചാലോ? ഒരുപാട് നാളായി ആരെങ്കിലും ഒന്ന് പ്രേമിച്ചിട്ട്. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിന്റെ ജാതകത്തിലുള്ളതാ. കൃഷ്ണക്കണിയാൻ എന്റെ ജാതകം കുറിച്ചത്. അയാൾക്ക് പിഴയ്ക്കില്ല എന്ന് അമ്മ എപ്പോഴും പറയും. അതുകൊണ്ടല്ലേ അമ്മ നോക്കിയ പെൺകുട്ടികളൊക്കെ എനിക്ക് ചേരാതെ പോയത്. ഇതിപ്പോ ഒരു ഫെയറി ടൈല് പോലെ. ഏതോ ഒരു നാട്ടിലെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഈ പെൺകുട്ടി. അല്ലെങ്കിൽ എന്തിന് ഇവിടെ തന്നെ വരണം? എനിക്ക് വേണ്ടി. യെസ്, എനിക്ക് വേണ്ടി. ഐ ആം ഗോയിങ് ടു ലവ് ഹർ മാൻ ആൻഡ് ഐ ആം ഗോയിങ് ടു മാരി ഹർ. മാറി നിൽക്കണം അങ്ങോട്ട്. എടാ, മനുഷ്യനായ അന്തസ് വേണം. ഇത്രയും കാലം നീ എന്റെ സുഹൃത്തായിരുന്നു പറയാൻ എനിക്ക് നാണാവുന്നു. ഒരു അനിയനെ പോലെയല്ലേ പവിയേട്ടൻ നിന്നെ കണക്കാക്കിയിരിക്കണം. അടുക്കളയിൽ വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം തന്ന പവിയേട്ടനെ വഞ്ചിച്ച് അങ്ങയുടെ ഭാര്യയുടെ അനിയത്തെ പ്രേമിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പവിയേട്ടൻ അനിയനായിട്ട് കണക്കാക്കുന്നത് കൊണ്ടല്ലേ ഞാൻ അനിയത്തി തന്നെ പ്രേമിക്കാന്ന് വെച്ചത്. ഇനിയിപ്പോ റിയൽ അനിയനാവാലോ. മതി, നിർത്ത്. ഈ പ്രേമം തലയ്ക്ക് പിടിച്ച കാമുകന്മാരുടെ ഇളിഞ്ഞ മോന്ത കാണുന്നതന്നെ എനിക്ക് അറിയാം. അങ്ങോട്ട് മാറും. എന്തോ എടാ, എന്നെ കണ്ടുപിടിക്കുക. ലോകത്ത് ഒരു പെണ്ണും എന്റെ മുന്നിൽ വീഴില്ല. അത് ശരിയാ, കറക്റ്റ്. അല്ല, ലോകത്ത് ഒരു പെണ്ണിന്റെ മുമ്പിൽ ഞാൻ വീഴില്ല. അത് ലൈൻ ക്ലിയർ ആണോ? അപ്പൊ അഖിലേന്ദ്രനോ? അയ്യോ, അതാ പറഞ്ഞത്. അയാളുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കല്ലേ. അതിനവൻ പിണങ്ങി പോയതല്ലേ? അതെ. ഇനി വരില്ല. വന്നാൽ തന്നെ മീനാക്ഷിക്ക് അവരോട് വെറുപ്പാ. ഉറപ്പാണോ? ആ നിലയ്ക്ക് പുതിയ സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്ന സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ പുതിയൊരു ചെറുപ്പക്കാരനോട് അവൾക്ക് സ്നേഹം തോന്നിക്കൂടെ? ആ ചെറുപ്പക്കാരൻ ആരാണ്? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഇനി നിനക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. എന്താ? നിന്റെ കോട്ട് കത്തി. കോട്ട് മാത്രമല്ലടാ, നമ്മുടെ ക്വാർട്ടേഴ്സും കത്തി.